ഇന്നലെ വരെ ഇദ്ദേഹത്തെ ട്രോളിയ ആളുകൾക്ക് ഒരു മാപ്പ് പോലും പറയാൻ സാധിക്കാത്ത ഉള്ളിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലെ. ഇന്നലെ വരെ ഇദ്ദേഹത്തെ ട്രോളിയ ആളുകൾ മനസ്സിൽ എന്താ പറയാ ഇപ്പം വല്ലാതെ വിങ്ങുന്നുണ്ടാവും അല്ലെ. ഒരു വ്യക്തിയെ കുറിച്ച് നാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് എന്ന് പറയുന്നത് എപ്പോഴെന്നറിയോ, ആ മനുഷ്യൻ മരിച്ചു കഴിയുന്ന സമയത്താണ്. ജുനൈദ് എന്നൊരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ റാജു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന ആളുകൾ, ഇന്നലെ വരെ അദ്ദേഹത്തെ ട്രോളി ആളുകൾ അല്ലെങ്കിൽ കമന്റ് ചെയ്ത ആളുകൾ, അദ്ദേഹത്തെ തളർത്താൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ഇന്ന് വന്നിട്ട് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ എന്താ പറയാ വളരെ നല്ല ആളായിരുന്നു, പുറത്തു കൊടുക്കണേ, ഇതാക്കി കൊടുക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അവന് കൊടുക്കേണ്ട അംഗീകാരങ്ങളും അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ട അർഹതയും അതും ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് എത്ര നല്ല പറഞ്ഞിട്ട് അയാളത് കേൾക്കാൻ പോകുന്നില്ല. അത്രയും എന്താ പറയാ ഈ നാട്ടിൽ നാറി അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ മോശപ്പെടുത്തിയ ആ സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് എന്താ പറയാ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അതിലൊരു അർത്ഥമില്ല അല്ലേ. ശരിയല്ലേ? എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഈ ഒരു റമദാൻ മാസത്തിന്റെ ഒരു ബർക്കത്തുണ്ട്. അദ്ദേഹത്തിന്റെ എന്താ ചെയ്തു പോയ ചെറുതു വലുതായ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കുക. നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സാരമില്ല എന്ന് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോവും. അപ്പൊ അതുകൊണ്ട് പറയുന്ന വാക്കുകൾ എന്താക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ ഇന്ന് ആ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം നല്ലതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ആളായിരുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല. അദ്ദേഹം പോയി കഴിഞ്ഞു അല്ലേ. പറയേണ്ട കാര്യങ്ങളോ കൊടുക്കേണ്ട കാര്യങ്ങളോ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുക. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക.